ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്താവിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ നമ്മളോട് അരുളി ചെയ്യുന്നത് എന്താണെന്ന്, അതിനെക്കുറിച്ചാണ് നാം നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ആ വാക്യഭാഗങ്ങൾ വായിച്ച് കേൾക്കാം. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി. ഇവിടെ 11-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഇനി 12-ാമത്തെ വാക്യം അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്. ചിലരവനെ സ്വീകരിച്ചു. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ ദൈവമക്കളാകാൻ, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. അവനെ സ്വീകരിച്ചവർക്കെല്ലാം. നമ്മളിവിടുത്തെ ഇന്നത്തെ ഒരു ചിന്ത, ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? 2, ഞാൻ യേശുവിനെ ആരായിട്ടാണ് സ്വീകരിച്ചത്? അതും പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുവിനെ സ്വീകരിച്ചു, ഓക്കെ, പക്ഷെ ഞാൻ യേശുവിനെ ആരായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. യേശുവിനെ പലതായിട്ട് സ്വീകരിക്കാം നമുക്ക്. എനിക്കിഷ്ടമുള്ളവണ്ണം ഞാൻ യേശുവിനെ സ്വീകരിക്കാം. പക്ഷെ അതിന് നമ്മൾ പരിശോധിക്കേണ്ടത് ആരായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ ആരായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മെ അറിയിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ, അതായത് ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കണോ, എങ്ങനെ ഉപേക്ഷിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ, കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. ജോസഫിനോട് കർത്താവിൻ്റെ ദൂതൻ, ഉത്കണ്ഠാകുലനായിരിക്കുന്ന ജോസഫിനോട് കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അടുത്തത്, അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പം ആരാണ് യേശു? എന്തിനാണ് യേശു വന്നത്? ഒന്ന്, യേശു ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അതാണ് ദൂതൻ ആദ്യം ജോസഫിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. നമ്മളെല്ലാം അങ്ങനെ യേശുവിനെ കണ്ടിട്ടുള്ളവരാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു പരിശുദ്ധാത്മാവിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടവനാണ്. യേശു പിതാവായ ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഇതെല്ലാം നമുക്ക് അവബോധമുള്ള കാര്യമാണ്. രണ്ടാമത്, ജോസഫിനോട് യേശു ആരാണെന്ന് ദൈവദൂതൻ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു വന്നത് എന്തിനാണ്? യേശു ആരാണ്? യേശു പാപവിമോചകനാണ്. അപ്പോൾ ഞാൻ യേശുവിനെ സ്വീകരിക്കേണ്ടത് ആരായിട്ടാണ്? പാപവിമോചകനായിട്ടാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കേണ്ടത്. കാരണം പാപം ലോകത്തിൽ വരുത്തിയ നാശം ചില്ലറയല്ല. പാപം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ പ്രത്യാഘാതം ചില്ലറയല്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യനാവശ്യമായിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഷെയ്പ്പ് നഷ്ടപ്പെടുത്തുന്ന പാപവിമോചകനെ തന്നെയാണ് മനുഷ്യന് വേണ്ടത്, മറ്റാരെയുമല്ല. ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന ആരെയാണ്? ഒരു രക്ഷകനെ. അത് അവരൊരു തരം മതസ്വാതന്ത്ര്യം മാത്രമാണ്, തങ്ങളെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാനുള്ള ഒരു രക്ഷകനെ. യേശുവിൻ്റെ വരവിൻ്റെ കാലത്ത് പോലും അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ അടിമത്തത്തിൽ നിന്ന് തങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രക്ഷകനെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ചിലരെങ്കിലും യേശുവിനെ ചുറ്റിപ്പറ്റി നടന്നതിൻ്റെ കാരണവും ഇവൻ ഞങ്ങളെ ഈ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് വിചാരിച്ചു തന്നെയാണ്. ചിലരവനെ ചുറ്റിപ്പറ്റി നടന്നത് അവൻ നൽകുന്ന ഭൗതികമായ പല ദാനങ്ങളും കണ്ടുകൊണ്ടാണ്. രോഗശാന്തി നൽകുന്നു,
അവന് ഭക്ഷണം നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു ഭക്ഷണം നൽകുക. അവൻ ഭക്ഷണം നൽകുന്നു, അവൻ പലരെയും ആശ്വസിപ്പിക്കുന്നു. കർത്താവ് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ധാരാളം പേർക്ക് അവൻ ആശ്വാസം കൊടുത്തു. അപ്പോൾ ചിലർ അവൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ച് നടന്നവരാണ്, ചിലർ അവൻ നൽകുന്ന സൗഖ്യം പ്രതീക്ഷിച്ച് നടന്നവരാണ്. ചിലർ വിചാരിച്ചു ഇവനായിരിക്കും ഞങ്ങളെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ഇതൊന്നുമല്ല. അവൻ വന്നത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകാനല്ല. അവൻ വന്നത് കേവലം രോഗസൗഖ്യം നൽകാനല്ല. അവൻ വന്നത് കേവലം ഭൗതിക സംതൃപ്തികൾ നൽകാൻ വേണ്ടിയല്ല കർത്താവ് വന്നതെന്ന്, യേശു വന്നതെന്ന് കർത്താവ് തന്നെയാണ് ഇത് പ്രഖ്യാപിച്ചത്. വചനം തന്നെയാണ് ഇത് പറയുന്നത്. താൻ എന്തിനു വന്നു എന്ന് ഈശോ തന്നെയാണ് പറഞ്ഞത്. ഈശോയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, അവൻ വന്ന ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതാണ് കർത്താവിൻ്റെ വരവിൻ്റെ ഏക ഉദ്ദേശം. ഇനി ഈശോ തന്നെ തൻ്റെ വാക്കുകളിൽ ഇത് പറയുന്നുണ്ട്, പ്രവാചക ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു സിനഗോഗിൽ ചെല്ലുന്നതും, സിനഗോഗിൽ ചെന്നപ്പോൾ ആ സിനഗോഗ് അധികാരി അവന് വായിക്കാൻ പുസ്തകം എടുത്തു കൊടുക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പുസ്തകം എടുത്തവൻ വായിച്ചു. യേശയ്യാ പ്രവാചകൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 4-ാം അധ്യായം, ലൂക്കാ സുവിശേഷകൻ 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. ക്രിസ്തുവിൻ്റെ വരവിന് 700ഓളം വർഷങ്ങൾക്ക് മുൻപ് യേശയ്യാ പ്രവാചകൻ ക്രിസ്തു ആരാണെന്ന് പറഞ്ഞിരുന്നു. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, നമ്മളും അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. ക്രിസ്തുവിനെ അവൻ ആരാണെന്ന് പ്രവാചകൻ വർണ്ണിക്കുന്നുണ്ട്. 18 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാണ് ക്രിസ്തു. അവൻ എന്തിനാണ് വന്നത്? ഒന്ന്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം നൽകാൻ. രണ്ടാമത്തേത് ബന്ധിതർക്ക് മോചനം നൽകാൻ. 3, അന്ധർക്ക് കാഴ്ച നൽകാൻ. 4, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ. 5, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാനാണ്. ഈ പ്രവാചക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നയാൾ ഞാനാണ് എന്ന് അസന്നിഗ്ധമായിട്ട് കർത്താവ് പ്രഖ്യാപിച്ച സമയമാണിത്. ഈ പ്രവാചക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നവൻ ഞാനാണ്. കർത്താവ് പറഞ്ഞ കാര്യമാണത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വന്നവൻ ഞാനാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് ദാരിദ്ര്യം? പാപമാണ് ഒരുവനെ ദരിദ്രനാക്കുന്നത്. കർത്താവ് മോചിപ്പിക്കാൻ വന്ന ദാരിദ്ര്യം അതാ. പാപമാണ് ഒരുവനെ ദരിദ്രനാക്കുന്നത്. അല്ലാതെ കർത്താവ് ഏതെങ്കിലും ഭൗതിക ദാരിദ്ര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പാപമാണ് ഒരുവനെ ദരിദ്രനാക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് തിരുവചനം തന്നെയാണ്. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളൊരു സമ്പന്ന ചെറുക്കനെ കാണുന്നുണ്ട്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അപ്പൻ അതീവ സമ്പന്നൻ, അപ്പം മകനും അതീവ സമ്പന്നൻ. ഈ അതീവ സമ്പന്നനായി ഈ ചെറുക്കൻ എങ്ങനെ ദരിദ്രനായി? അവസാനം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, പരമദരിദ്രവാസിയായിട്ട് അവനെ കണ്ടുമുട്ടുന്നുണ്ട്. ആരുടെയോ പന്നികളെ മേയിക്കാൻ വേണ്ടിയിട്ട് പന്നിക്കൂട്ടത്തിൽ വേലക്കാരനായി. അവസാനം ആ ചെറുപ്പക്കാരൻ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. എങ്ങനെ ഈ സമ്പന്നൻ ദരിദ്രനായി? പ്രിയപ്പെട്ടവർ, അതൊരു സമ്പത്ത് ചോർന്നു പോയതോ ഐശ്വര്യം ചോർന്നു പോയതോ അല്ല. പാപം ഒരുവൻ്റെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന അനന്തരഫലമാണ് അവൻ്റെ ദാരിദ്ര്യം. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളിത് വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട്. പാപം അവൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ച അനന്തരഫലമാണ് ദാരിദ്ര്യം. സമാധാനം നഷ്ടപ്പെടുക, സന്തോഷം കെട്ടുപോവുക, കൂട്ടുകാർ വിട്ടുപോവുക, അക്കൂട്ടത്തിൽ സമ്പത്ത്, ഭൗതിക സമ്പത്ത് ചിലപ്പോൾ ചോർന്നു പോവുക. പാപം ഒരുവൻ്റെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ബാക്കി പത്രങ്ങളാണിതൊക്കെ.
ശരിയായ ദാരിദ്ര്യം എന്താണ്? അവന് ദൈവസ്നേഹാനുഭവം നഷ്ടപ്പെട്ടു പോയി, ഏറ്റവും വലിയ ദാരിദ്ര്യം. അതുകൊണ്ടാണ് അവൻ വിളിച്ചു പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ തിന്നുകുടിച്ച് ആനന്ദിക്കുന്നു, എനിക്ക് എൻ്റെ അപ്പൻ്റെ ആ സാന്നിധ്യം ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ്. എനിക്ക് എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം ഇവിടെ തോന്നുന്നില്ല, ഞാനിവിടെ ഈ ഇങ്ങേ തലയ്ക്കൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതാണ്, പാപം ഒരുവനെ ദരിദ്രനാക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാപത്തിൽ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്തി നിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുവിക്കാനാണ് ഞാൻ വന്നത്. എടുത്തു നോക്കൂ, ഓരോന്നും പാപത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കർത്താവ് പാപവിമോചകനാണ്. അടുത്തതെന്താ? ബന്ധിതർക്ക് മോചനം. എന്ത് ബന്ധനം? പാപത്തിൻ്റെ ബന്ധനം. പാപമാണ് ഒരുവനെ ബന്ധനസ്ഥനാക്കുന്നത്. 3, അന്ധർക്ക് കാഴ്ച. എന്താണ് അന്ധത? പാപത്തിൻ്റെ അന്ധത. പാപമാണ് ഒരുവൻ്റെ കണ്ണുകളെ അന്ധമാക്കുന്നത്, ഒരുവൻ്റെ ഉള്ളിനെ അന്ധമാക്കുന്നത് പാപമാണ്. 4, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. എന്താണ് അടിച്ചമർത്തി വെച്ചിരിക്കുന്നത്? പാപമാണ് ഒരുവനെ അടിച്ചമർത്തി വയ്ക്കുന്നത്, അവൻ്റെ ആത്മാവിനെ അടിച്ചമർത്തി വയ്ക്കുന്നത് പാപമാണ്. അടുത്തത് കർത്താവിന് സ്വീകാര്യമായ വത്സരം. ഇങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സകലരെയും മോചിപ്പിച്ച് കർത്താവിൻ്റെ വത്സരം പ്രഖ്യാപിക്കുക. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സകലരെയും മോചിപ്പിച്ച് കർത്താവിൻ്റെ വത്സരം പ്രഖ്യാപിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ മറ്റൊന്നുമായിട്ട് സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഈശോയെ സ്വീകരിക്കേണ്ടത് പാപ വിമോചകനായിട്ടാണ്. ഞാൻ എത്രത്തോളം എൻ്റെ കർത്താവ് എൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ ദൈവം അയച്ച അഭിഷിക്തനാണെന്ന് ഞാൻ എത്രത്തോളം ഹൃദയത്തിൽ ആഴത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വളരെ രസകരമായ ഒരു തിരുവചന ഭാഗമുണ്ട്. അതായത് ക്രിസ്തു കാനായിലെ കല്യാണ വിരുന്നിൽ വലിയ അത്ഭുതമൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ വളരെ പേരും പെരുമയും ഒക്കെ ആർജിച്ച് നിൽക്കുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. പെസഹ തിരുനാളിന് അവൻ ജെറൂസലേമിൽ ആയിരുന്നപ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. നോക്കുക, അടിവരയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പേർ അവൻ്റെ കൂടെ കൂടിയെന്നോ, വളരെ പേർ അവനെ ഇഷ്ടപ്പെട്ടു എന്നോ അങ്ങനെയൊന്നുമല്ല വചനം പറഞ്ഞിരിക്കുന്നത്. വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ചെറിയ കാര്യമാണോ? വായിച്ചാൽ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യമല്ലേ അത്? അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ഇത് മഹാകാര്യമാണ്. പക്ഷേ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. അപ്പം ഈ വിശ്വാസത്തിൽ എന്തോ പന്തികേടുണ്ട്. യേശു അവരെ വിശ്വസിച്ചില്ല. ഈ താൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് തന്നിൽ വിശ്വസിച്ചവരെ യേശു വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ വിശ്വാസത്തിന് എന്തോ പന്തികേടുണ്ട്. അവർ യേശുവിനെ സ്വീകരിച്ചതിന് എന്തോ പന്തികേടുണ്ട്. അവർ ചിലപ്പോൾ യേശുവിനെ സ്വീകരിച്ചത് ഞങ്ങളെ അടിമത്തത്തിൽ നിന്നും രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരാൻ ഇവനെ കൊണ്ട് പറ്റും എന്നതുകൊണ്ടാവാം അവർ വിശ്വസിച്ചത്. അല്ലെങ്കിൽ തങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തങ്ങളെ സഹായിക്കാൻ ഇവനെ കൊണ്ടേ പറ്റൂ എന്നാകാം അവർ വിശ്വസിച്ചത്. അവർ സ്വീകരിച്ചത് അങ്ങനെയാവാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ യേശുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഈ തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭൗതിക ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മളെ സഹായിക്കാൻ വന്ന ഒരുവനായിട്ട് യേശുവിനെ സ്വീകരിക്കുക എത്രയോ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ സ്വീകരിക്കുന്നവരെ അവൻ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അവൻ വിശ്വസിച്ചില്ല. അന്നത്തെ സാംസ്കാരിക സംവിധാനത്തിൽ അടിമത്തത്തിൽ നിന്നും ആ ജനതയെ മോചിപ്പിക്കാൻ വന്ന ഒരുവനായിട്ടൊരു സാംസ്കാരിക സാമൂഹിക നേതാവായിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ അവർക്ക് വളരെ എളുപ്പമാണ്. ആ സ്വീകരിക്കലും യേശുവിന് സ്വീകാര്യമായില്ല. അല്ലെങ്കിൽ അതല്ല ദൈവം, അതല്ല. അതിനല്ല സ്വർഗത്തിൽ നിന്നവൻ
ഇറങ്ങി വന്നത് അതിനല്ല. അവൻ വന്നത് മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചകനായിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. അപ്പോൾ യേശുവിനെ അങ്ങനെ സ്വീകരിക്കുക മാത്രമേ അർത്ഥമുള്ളൂ. 25-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമില്ലായിരുന്നു, മനുഷ്യനിലുള്ളത് എന്താണെന്ന് യേശു അറിഞ്ഞിരുന്നു. അപ്പം അവരീ ചുറ്റിപ്പറ്റി നടന്നത്, അവരവൻ്റെ പിന്നാലെ കീജയ് വിളിച്ച് നടന്നത്, അല്ലെങ്കിൽ അവരവനെ അനുഗമിച്ചത്, അവൻ്റെ കൂടെ കിടന്നുറങ്ങിയത്, അവൻ പോകുന്നിടത്തെല്ലാം പോയത്, അവനെ അവർ സ്വീകരിച്ചത് ഒന്നെങ്കിൽ രാഷ്ട്രീയ പരിഷ്കർത്താവ്, സാമൂഹ്യ പരിഷ്കർത്താവായിട്ട്, അല്ലെങ്കിൽ അവരുടെ അന്നന്നത്തെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അവരെ സഹായിക്കുന്ന ഒരുവനായിട്ട്. അതല്ലല്ലോ യേശു. അതല്ലാതെ യേശുവിനെ അങ്ങനെ സ്വീകരിച്ചിട്ട് കാര്യമെന്താണ്? അതുകൊണ്ടാണ് അവൻ അവരെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞത്. ഇനി യേശുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം പോലും നോക്കിക്കേ. താൻ ആരാണെന്ന് അവൻ അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം നമുക്കറിയാവുന്നതുപോലെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാനായിലെ കല്യാണ വിരുന്ന്. ഈ കല്യാണ വിരുന്നിൽ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നൊക്കെ നമ്മൾ തിരുവചനത്തിൽ വായിച്ച് വിശ്വസിക്കുന്നു. 9-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അതായത് വീഞ്ഞായി മാറിയ ഈ വെള്ളം കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. ആ വെള്ളത്തെ അവൻ വീഞ്ഞായി മാറ്റി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സംഭവിക്കുന്നതെന്ന് അറിയാമോ? പാപം മനുഷ്യ ജീവിതത്തിൻ്റെ രുചി നഷ്ടപ്പെടുത്തും. മനുഷ്യജീവിതത്തിൽ പാപം നഷ്ടപ്പെടുത്തിയ രുചി അത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. പാപം മനുഷ്യജീവിതത്തിൻ്റെ രുചി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് പാപം വരുത്തിവെച്ച ഏറ്റവും വലിയ പ്രയാസം എന്താണ്? മനുഷ്യജീവിതത്തിൻ്റെ രുചി നഷ്ടപ്പെടുത്തി. മനുഷ്യജീവിതത്തിൻ്റെ രുചിയാണ് പാപം വഴി നഷ്ടപ്പെട്ടത്. അങ്ങനെ പാപം രുചി നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങളിലേക്ക് ഇനി നമുക്ക് വേണ്ടത് അവൻ്റെ പാപത്തിൽ നിന്നും അവനെ മോചിപ്പിക്കുന്ന ഒരു വ്യക്തിയെയാണ് സ്വർഗം നമുക്കായിട്ട് അയച്ചു തന്നത്. പാപം രുചി നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങളിൽ ഇനി വേണ്ടത് ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് വേണ്ടത്. എങ്കിലേ വീണ്ടും രുചി കിട്ടുള്ളൂ. അതിനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത്, പാപത്തിൽ നിന്നും വിടുവിക്കാൻ. അപ്പം നമ്മൾ ഈശോയെ സ്വീകരിക്കേണ്ടത് എൻ്റെ പാപത്തിൽ നിന്നും എന്നെ വിടുവിക്കാൻ സ്വർഗത്തിൽ നിന്ന് വന്ന അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആയി ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല. ഞാൻ യേശുവിനെ മറ്റെന്തായി സ്വീകരിച്ചാലും, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായിട്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കാം, എന്നെ സ്നേഹിക്കുന്നവനായിട്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കാം, അമ്മ മറന്നാലും മറക്കാതെ ഈ ലോകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായിട്ട് എനിക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാം, എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നവനായിട്ട് എനിക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു ആരെന്ന് ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ അടിവരയിട്ട് ജോസഫിനെ ബോധ്യപ്പെടുത്തിയത് അവൻ വന്ന് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്നത് മാത്രമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കേണ്ടത് പാപവിമോചകനായിട്ട് തന്നെയാണ്. എൻ്റെ പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് സ്വർഗം അയച്ചവൻ. ഇത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അന്ധയാചകൻ. അവനിത് തിരിച്ചറിഞ്ഞു.
ചിലപ്പോഴെങ്കിലും ആ അന്ധയാചകൻ തിരിച്ചറിഞ്ഞതുപോലും നമുക്ക് യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ ഇന്നത്തെ ആധുനിക ലോകത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി. നോക്ക്, അവൻ വിളിച്ചു പറഞ്ഞ വാക്കിനകത്ത് പോലും ഉണ്ട് യേശുക്രിസ്തു ആരാണെന്ന്, അവൻ എങ്ങനെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന്. എന്താ അവൻ വിളിച്ചു പറഞ്ഞത്? ദാവീദിന്റെ പുത്രനായ യേശുവേ, ഭാവിയായ എൻ്റെ മേൽ കനിയണമേ. എന്തൊരു പ്രാർത്ഥനയാണത്! ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ കണ്ണു തുറന്നു തരണമേ എന്നല്ലേ അവൻ പ്രാർത്ഥിക്കേണ്ടത്. അന്ധയാചകൻ അതല്ലാതെ പിന്നെ എന്നതാ പ്രാർത്ഥിക്കണ്ടേ? പക്ഷെ അവൻ പ്രാർത്ഥിച്ചത്, അവൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് കേവലം തൻ്റെ കണ്ണിൻ്റെ അന്ധത, ബാഹ്യനേത്രങ്ങളുടെ അന്ധത മാറ്റി തൻ്റെ ബാഹ്യനേത്രങ്ങൾക്ക് കാഴ്ച നൽകുക എന്ന കേവല സൗഖ്യത്തെ അല്ല അവൻ കണ്ടത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകത്തിൽ നമ്മൾ പലരും യേശുക്രിസ്തുവിനെ കേവല സൗഖ്യദായകനായി മാത്രം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു ദയനീയ സത്യം നമുക്കിടയിലുണ്ട്. എത്രയോ പേര് അവനോട് പറഞ്ഞവൻ കേട്ടിട്ടുണ്ട്, ഇവൻ പലരുടെയും കണ്ണു തുറന്നവനാ, ഇവൻ പലരുടെയും കാതു തുറന്നവനാ, ഇവൻ കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം പ്രവർത്തിച്ചവനാ. ഇവ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ടും എന്തേ ഈ അന്ധയാചകൻ വിളിച്ചു പറയാഞ്ഞത്, ദാവീദിന്റെ പുത്രാ, എൻ്റെ കണ്ണു തുറന്നു തരണമേ എന്ന് വിളിച്ചു പറയുന്നതിന് പകരം ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് വിളിച്ചു പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവന് ജോസഫിനോട് ദൈവദൂതൻ പറഞ്ഞത് അവൻ അതിനോടകം സ്വീകരിച്ചിരുന്നു. ഇവൻ വന്നത് ഞങ്ങൾക്ക് കേവലം ശാരീരിക സൗഖ്യം നൽകാനോ കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകാനോ അല്ല, ഇവൻ വന്നത് പാപത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കാനാണ് എന്ന ദൈവിക സത്യത്തെ ഈ അന്ധൻ എവിടുന്നോ അനുഭവിച്ചു. എവിടുന്നോ ഈ അന്ധന് മനസ്സിലായിരുന്നു. അവനതെൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഈ അന്ധയാചകൻ്റെ തലത്തിലേക്ക് ഉയരണം. എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരാനോ, എൻ്റെ വീട്ടിലെ ഐശ്വര്യത്തിൻ്റെ തടസ്സങ്ങൾ, ഐശ്വര്യത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ മാറ്റിത്തരാനോ, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ സാധിച്ചു തരാനോ, എന്നെ പരീക്ഷയിൽ വിജയിപ്പിക്കാനോ, ഇങ്ങനെയുള്ള കേവല കാര്യങ്ങൾക്ക് വേണ്ടി അതിനുള്ള ഒരു കാര്യസ്ഥനായി, ആ കാര്യങ്ങൾ നടത്തിത്തരേണ്ട നടത്തിപ്പുകാരനായി നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന സങ്കടകരമായ ഒരവസ്ഥ ഇന്ന് ഞാനും നിങ്ങളും നേരിടുന്നുണ്ട്. നമുക്ക് വേണ്ടത് അവനെ പാപവിമോചകനായി ഞാൻ സ്വീകരിക്കണം, ലോകം മുഴുവൻ സ്വീകരിക്കണം. പാപത്തിൻ്റെ അടിമത്തം അത്ര ഭയാനകമാണ്. എൻ്റെ സാമ്പത്തിക പരാധീനതയെയും ദാരിദ്ര്യത്തെയും കാൾ ഭയാനകമാണ് പാപത്തിൻ്റെ അടിമത്തം. അല്ലെങ്കിൽ എൻ്റെ ഭൗതിക വളർച്ചക്കുറവിനേക്കാൾ ഭയാനകമാണ് പാപത്തിൻ്റെ അടിമത്തം. ഇതിനെക്കുറിച്ചൊരവബോധമുണ്ടായി. ആ അന്ധന് അവൻ്റെ കാഴ്ചയില്ലായ്മയേക്കാൾ അവൻ ഭയപ്പെട്ടത് അവൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തെയാണ് അവൻ ഭയപ്പെട്ടത്. അത്രയെങ്കിലും നമ്മൾ ഉയരണ്ടേ ഈ കാലഘട്ടത്തിൽ? തിരുവചനങ്ങൾ കേൾക്കുന്ന, തിരുവചനം വായിക്കുന്ന നമ്മൾ അത്രയെങ്കിലും ഉയരണ്ടേ? എൻ്റെ പാപത്തിൻ്റെ സ്വാധീനവും പാപത്തിൻ്റെ അനന്തരഫലങ്ങളും എൻ്റെ മറ്റു ഭൗതിക ഇല്ലായ്മകളെക്കാളും എത്രയോ ഭയാനകമാണ്, എത്രയോ സങ്കടകരമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് എൻ്റെ രോഗസൗഖ്യവും, രണ്ടാമത്തെ കാര്യമാണ് എൻ്റെ മറ്റു ഭൗതിക കാര്യങ്ങളും എന്ന് വിചാരിക്കാനും വിശ്വസിക്കാനുമുള്ള ആ ആർജവം ഈ കാലഘട്ടത്തിൽ നമ്മൾ ആർജിക്കണ്ടേ? നമുക്ക് അങ്ങനെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാം. അതിനുവേണ്ടി അവൻ്റെ അടുക്കൽ ചെല്ലാം. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് വന്നത് ലോകത്തെ, ഞങ്ങളെ ഞങ്ങളുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാനാണ്. എന്നിട്ടും ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ പലപ്പോഴും അങ്ങയെ സ്വീകരിക്കുന്നത് ഒരു കേവല സൗഖ്യദായകനായിട്ടാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് ഇടപെടേണ്ടവൻ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ പെട്ടെന്ന് ഇടപെട്ട് സാധിച്ചു തരേണ്ടവൻ, ഞങ്ങളുടെ ഐശ്വര്യം പെട്ടെന്ന് ഞങ്ങൾക്ക് തരേണ്ടവൻ, ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടെന്ന് പരിഹാരം ചെയ്തു തരേണ്ടവൻ, ഇങ്ങനെ ഞങ്ങൾ കേവലം ഒരത്ഭുത പ്രവർത്തകൻ മാത്രമായിട്ട് നിന്നെ സ്വീകരിക്കുന്നു. എന്നാൽ നീ വന്നത്
ഞങ്ങളുടെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാനാണ്. കർത്താവെ, അങ്ങനെ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ നോക്കി ഈ തിരുവചനം പലപ്പോഴും ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നു. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ സ്വജനം അവനെ സ്വീകരിച്ചില്ല. ഞങ്ങളും നിന്നെ സ്വീകരിക്കാത്തവരാണോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ട് ഞങ്ങളിപ്പോഴും നിന്നെ ഞങ്ങളുടെ പാപവിമോചകനായി സ്വീകരിച്ചിട്ടില്ലയോ? ഞങ്ങൾ സംശയിക്കുന്നു, ഞങ്ങൾ ഭയപ്പെടുന്നു. കർത്താവായ ഈശോയെ, അങ്ങയെ ആ കുരുടൻ, അന്ധനായ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതുപോലെ അങ്ങൻ്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ വന്നവനാണ് എന്ന് വിളിച്ചു പറഞ്ഞ അങ്ങയെ ഞങ്ങളുടെ പാപവിമോചകനായി സ്വീകരിക്കാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അതിനുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.